ഇനി ഇതിൽ കൂടുതൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എങ്ങനെ അയൽ രാജ്യത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനാണ്? ഇന്ത്യ സ്വയം പര്യാപ്തമാണെന്നും സ്വന്തം കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യാൻ ഇന്ത്യക്ക് അറിയാമെന്നും ആരും ഇങ്ങോട്ട് പഠിപ്പിക്കാനേ വരേണ്ട എന്നുമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വീണ്ടും വ്യക്തമാക്കിയത്. ഇതാദ്യമായല്ല പ്രധാനമന്ത്രി ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഇത്തവണ പ്രധാനമന്ത്രി അല്പം കൂടി തൻ്റെ വാക്കുകൾ കടുപ്പിച്ചിരിക്കുന്നു. ഇന്ത്യ സ്വന്തം ആവശ്യങ്ങൾ പാലിക്കാൻ തക്ക വിധത്തിൽ സ്വയം പര്യാപ്തത നേടിയ രാജ്യമാണെന്നും ആണവ ഭീഷണിയെന്നോ ഡാം മിസൈൽ ഉപയോഗിച്ച് തകർക്കുമെന്നോ എന്നൊക്കെയുള്ള ഭീഷണി ഉയർത്തി ഇന്ത്യൻ ജനതയെ ഭയപ്പെടുത്തുന്ന ശ്രമങ്ങൾ ഇനി വിലപ്പോകില്ലെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകിച്ച് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത്. പാകിസ്ഥാനിലെ LKG വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകനായ LKGക്കാരനായ രാഷ്ട്രീയ പ്രവർത്തകൻ ബിലാവൽ ഭുട്ടോ കൊച്ചുകുട്ടിയാണ്. കുട്ടിത്തം മാറിയിട്ടില്ല. വായിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയും. അതുപോലെ തന്നെ പാക് പ്രധാനമന്ത്രി, ഇവരെല്ലാവരും മന്ത്രിമാർ, വിദേശകാര്യമന്ത്രി, ഇവരെല്ലാവരും വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ ചെങ്കോട്ടയിൽ വെച്ച് തൻ്റെ ഈ നിലപാട് വീണ്ടും ആവർത്തിച്ചത്. അമേരിക്കയുടെ താരിഫ് യുദ്ധത്തെയും പാകിസ്ഥാൻ നടത്തിയ ആണവ ഭീഷണിയെയും ശക്തമായി തന്നെ പ്രധാനമന്ത്രി പരാമർശിച്ചു. ഏത് ഭീഷണി നേടാനുള്ള കരുത്ത് ഇന്ത്യ നേടിക്കഴിഞ്ഞു. ഇന്ത്യയുടെ ആയുധം ബലം ശത്രുവിനെ അമ്പരിപ്പിക്കുന്നതാണ്. അത് അമ്പരിപ്പിച്ചു. ഇന്ത്യയുടെ ആണവശേഷി 1 അല്ല 2 അല്ല 10 ഇരട്ടിലധികം വർദ്ധിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രി തുറന്നു പറയുന്നു. പാകിസ്ഥാൻ്റെ ഭീകരാസ്ഥാനങ്ങൾ തകർന്നു കിടക്കുകയാണ് കഴിഞ്ഞ 2 മാസമായിട്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ രോഷത്തിൻ്റെ പ്രകടനമായിരുന്നു. ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം മാച്ച ആ പാക് നടപടിക്കുള്ള തക്കതായ ചുട്ട മറുപടി. സങ്കല്പിക്കാനാകാത്ത കാര്യമാണ് നമ്മുടെ സേന അങ്ങോട്ട് കാട്ടിക്കൊടുത്തത്. സമയവും സ്ഥലവും പാകിസ്ഥാൻ ശത്രുരാജ്യം തന്നെ തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യ അവിടേക്ക് വിരുന്നു ചെല്ലുകയായിരുന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്തായാലും ബിലാവൽ ഭൂട്ടോയോ പാക് പ്രധാനമന്ത്രിയോ ഒന്നും ഇനി ഇന്ത്യയെ വെച്ച് കളിക്കേണ്ട, ഇന്ത്യയുടെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്താൻ വരേണ്ട എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വ്യക്തമായ നിലപാട്. സിന്ധ് നദീജല തർക്കപ്രകാരം ഇന്ത്യ തങ്ങളുടെ ഡാമുകൾ അടച്ചുപൂട്ടിയതോടെ, കരാറുകൾ റദ്ദാക്കിയതോടെ പാകിസ്ഥാനിലെ കൃഷി ആകെ നശിച്ചു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ രോദനം. ഒരല്പം ജലം തരൂ എന്നാണ് ഇപ്പോൾ പാക് വിദേശകാര്യമന്ത്രി ഇന്ത്യയോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പറയുകയാണ്, കർഷകരാണ് ഇന്ത്യയുടെ നട്ടെല്ല്. ഇന്ത്യ ഭക്ഷ്യസുരക്ഷ നേടിക്കഴിഞ്ഞതായും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. സ്വന്തം കരുത്തിലും കഴിവിലും ഇന്ത്യക്ക് വിശ്വാസമുണ്ട്. അതാണ് ആത്മനിർഭർ ഭാരതിൻ്റെ വഴി. ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ട സാഹചര്യം ഇന്ന് ഇന്ത്യക്കില്ല. സ്വന്തം മാരകായുധങ്ങൾ കൊണ്ട് ശത്രുവിനെ തകർത്ത രാജ്യമാണ് ഇന്ത്യ എന്നും ആക്രമണാത്മകമായ US തീരുവയെ ഇന്ത്യ പുല്ലുപോലെ തള്ളിക്കളയുമെന്നൊക്കെ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്തത് സാങ്കേതികവിദ്യ. ഇന്ത്യക്ക് വ്യക്തമാണ് സാങ്കേതിക വിദ്യയാണ് പുരോഗതിയിലേക്കുള്ള നാൾ വഴിയെന്ന്. ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ വിപണിയിൽ നിറയുള്ള കാലഘട്ടം വരാൻ പോകുന്നു. നിലവിൽ ഇന്ത്യ ഇന്ധനം ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നുണ്ട്. അതേസമയം ഊർജ്ജ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത് പ്രധാനമാണ്. ഇന്ത്യയിൽ സൗരോർജ്ജ ഉപയോഗത്തിൽ 30% വർധനവുണ്ടായിട്ടുണ്ടെന്നും അണക്കെട്ടുകൾ ഇന്ത്യ നിർമ്മിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണെന്നും ഊർജ്ജ ഉൽപ്പാദനത്തിന് വേണ്ടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതോടെ പാകിസ്ഥാന് എല്ലാ കാര്യങ്ങളും വ്യക്തമായി കാണും. കാരണം വളരെ ശക്തമായ മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ പാകിസ്ഥാനും മറ്റ് അയൽ രാജ്യങ്ങൾക്കും നൽകിയിരിക്കുന്നത്. കാരണം ചൈനയുടെ പേര് മോദി എടുത്തു പറഞ്ഞിട്ടില്ല. കാരണം US ഏർപ്പെടുത്തിയ താരിഫ് ആ ഭീഷണി കാരണം, നികുതി വർധനവ് കാരണം ഇന്ത്യ ചൈന ഒരു സുഹൃത്ത് നീക്കത്തിലേക്ക് നീങ്ങുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് വർധനവ് ശത്രുതയിലാണ്ട് കിടന്ന ഇന്ത്യയും ചൈനയും വീണ്ടും ഒരുമിപ്പിക്കാൻ, ആ പഴയ സുഹൃത്തുക്കളെ വീണ്ടും ശത്രുത മാറ്റി വീണ്ടും ഒന്നായി ഒരുമിച്ച് പ്രവർത്തിക്കാനായി തീരുമാനമെടുക്കാനുള്ള ചർച്ചകളിലേക്ക് നീക്കിയിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ. ഇതുമാത്രമല്ല, രാജ്യത്തെ യുവജനതയ്ക്കായി വമ്പൻ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി ഈ സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയത്. 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ്. വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഭാഗമായി 3.5 കോടി യുവജനങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം. സ്വകാര്യ മേഖലയിൽ തൊഴിൽ ലഭിക്കുന്ന യുവജനങ്ങൾക്ക് ഒറ്റത്തവണയായി 1500 രൂപ നൽകും. ദൈനംദിന ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ GST കുറയ്ക്കുമെന്നും ചെങ്കോട്ടയിൽ വെച്ച് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ദീപാവലിയോടെ മാസങ്ങൾക്കകം GST പരിഷ്കരിക്കും. വില കുറയുന്നു. അതോടെ സാധാരണക്കാർക്ക് അത് വലിയൊരു ആശ്വാസമാകും. എല്ലാ മേഖലയിലും രാജ്യം മുന്നേറുകയാണെന്നും ലോക വിപണി
നിയന്ത്രിക്കുന്നത് ഇനി ഇന്ത്യയാകുമെന്നതിൽ ആ കാലഘട്ടത്തിലേക്ക് അടുക്കുന്നതിൽ വളരെ വിദൂരമല്ലെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. പ്രധാനമന്ത്രി ഒന്നുകൂടി പറയുന്നുണ്ട്, ഇന്ത്യയുടെ ഈ പുരോഗതി ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള ചില കോണുകളിൽ നിന്നും ഇന്ത്യക്കെതിരായ അനാവശ്യ പ്രവൃത്തികളൊക്കെ ഉയർന്നു വരുന്നത്. എന്തായാലും ഭാരതം നമ്മുടെ സ്വന്തം പാത രൂപപ്പെടുത്തണം. രാജ്യത്ത് സ്വന്തം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വേണം. വിദേശ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നത് ഇന്ത്യക്ക് നഷ്ടമാണ്, ദോഷമാണ്, അനാവശ്യമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തൊക്കെയോ കരുതിക്കൂട്ടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ആ പ്രസംഗം. കാരണം വിദേശ പ്ലാറ്റ്ഫോമുകളെ തള്ളിപ്പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഭാവി തടസ്സപ്പെടുത്താൻ ഒരു വിദേശ ശക്തിയും അനുവദിക്കില്ല എന്നതിൻ്റെ തുടർ സൂചനകളാണ്. മുദ്ര പദ്ധതി പെൺകുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെന്നും വനിതാ സ്വയം സഹായ സംഘങ്ങൾ ഒരു വിപ്ലവം സൃഷ്ടിച്ചതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. യുവാക്കൾ നൂതനാശയങ്ങൾക്കായി മുൻകൈ എടുക്കണം. ഇന്ത്യയെ ആർക്കും തടയാനാകില്ലെന്നത് യുവാക്കൾ മനസ്സിലാക്കണം. സ്വപ്നം കാണാനുള്ള സമയമാണെന്നും ആ കാണുന്ന സ്വപ്നം അത് പകർത്താനും യാഥാർത്ഥ്യമാക്കാനുമുള്ള സമയം കൂടിയാണെന്നും പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ വച്ച് ഇന്ത്യൻ യുവത്വത്തെ ഓർമ്മിപ്പിക്കുകയാണ്.